വാർത്തകൾ തുടരുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഒരു വർഷം നീളുന്ന പ്രതിവാര നാടകമേള ഏപ്രിൽ 5 മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ 4 കേന്ദ്രങ്ങളിലാണ് അക്കാദമി നാടകമേള നടത്തുന്നത്. നാടകമേളയുടെ ഉദ്ഘാടനം ഏപ്രിൽ 5 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് സംവിധായകൻ കമൽ നിർവഹിക്കും. ഒരുമ ചെയർമാൻ TN പ്രതാപൻ MLA അധ്യക്ഷത വഹിക്കും. ഗീതാഗോപി MLA മുഖ്യ അതിഥിയായിരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ, പ്രൊഫസർ KU അരുണൻ, സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും. ഒരുമയുടെ പ്രാദേശിക സംഘാടനത്തിലാണ് നാടകമേള നടക്കുന്നത്. നാടകമേളയുടെ ഉദ്ഘാടന ദിവസം നാടകം സൗജന്യമായിരിക്കും. മറ്റു നാടകങ്ങൾക്ക് 20 രൂപ പ്രവേശന ഫീസ് ഈടാക്കും. എല്ലാ വെള്ളിയാഴ്ചകളിലും 6 മണിക്ക് നാടകം ആരംഭിക്കും. ഒരുമ സെക്രട്ടറി മനോജ് തച്ചപ്പുള്ളി, CG അജിത് കുമാർ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃപ്രയാർ ചിത്രകളരിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വർണ്ണോത്സവം ചിത്രരചനാ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം മിൽമ ചെയർമാൻ VA ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഇതേ വേദിയിൽ വെച്ച് ഇതേപോലുള്ള പരിപാടി കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷവുമൊക്കെ നടക്കുമ്പോൾ അതിൽ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പങ്കെടുക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ സംഘാടകർ വളരെ സന്തോഷപൂർവ്വം എന്നെ അംഗീകരിച്ചുകൊണ്ട് എന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ചുമതല കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അവരോട് പ്രത്യേകം നന്ദി പറയുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ടീച്ചർ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ചിത്രരചന എന്ന് പറയുന്നത് വലിയ ഒരു കഴിവാണ്. അത് എല്ലാവർക്കും സാധിക്കുകയില്ല. ചിത്രരചന മാത്രമല്ല, പല കഴിവുകളും ഒരു സ്വതസിദ്ധമായിട്ടുണ്ടാകുന്ന കഴിവുകൾ അത് പരമാവധി പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കും. പക്ഷേ ആ കഴിവ് കുഞ്ഞുങ്ങളിൽ ഉണ്ടായിരിക്കണം. അത് ചെറുപ്പകാലത്തിൽ കണ്ടെത്തണം. PM ശരത് കുമാർ അധ്യക്ഷനായി. MB സജീവൻ, കാട്ടൂർ നാരായണപിള്ള, ഡോക്ടർ മേരി ജോർജ്, KB രണേന്ദ്രനാഥ്, PK നന്ദനൻ എന്നിവർ സംസാരിച്ചു. NH-17 വികസനവുമായി ബന്ധപ്പെട്ട് എടമുട്ടം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഭൂമി നഷ്ടപ്പെടുന്നവരുടെ കൺവെൻഷൻ NH-17 ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 7 പുന്നക്ക ബസാറിലെ തണൽ സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കും. വൈകിട്ട് 3 നടക്കുന്ന കൺവെൻഷനിൽ നേതാക്കളായ ഹാഷിം ചേന്നമ്പിള്ളി, EV മുഹമ്മദ് അലി എന്നിവർ പങ്കെടുക്കും. കൈപ്പമംഗലം വഴിയമ്പലം ഐരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് വടക്കേ മേഖലയുടെ തേരുവരവ് നടന്നു. ആനയോടും വിവിധ താളമേളങ്ങളോടും താളങ്ങളോടും കൂടി വിളക്ക് പറമ്പിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രത്തിന് സമീപം സമാപിച്ചു. രാത്രി എളവൂർ ഇല്ലം കലാകേന്ദ്രം അവതരിപ്പിച്ച കുറത്തിയാട്ടം നടന്നു. വ്യാഴാഴ്ചയാണ് ഉത്സവം. വൈകിട്ട് നടക്കുന്ന കാഴ്ചശീവേലിയിൽ 7 ആനകൾ അണിനിരക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത ആശ്രയ ഗുണഭോക്താക്കൾക്കുള്ള വിഷുപ്പുടവ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ 8ാം വാർഡിലെ പാമ്പുങ്ങൽ ലക്ഷ്മിക്ക് നൽകി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായി. MV വിമൽകുമാർ, ലിജി നിതിൻ, ശ്രീദേവി മാധവൻ എന്നിവർ സംസാരിച്ചു.
പുത്തൂര് കുടുംബക്ഷേമ സമിതിയുടെ രണ്ടാമത് വാർഷിക പൊതുയോഗം ഏപ്രിൽ 7 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കയ്പമംഗലം കാളമുറി നോബിൾ പാലസ് മിനി ഓഡിറ്റോറിയത്തിൽ ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ കുറുമ്പക്കുട്ടി എന്ന PC കുറുമ്പ നിര്യാതയായി. 98 വയസ്സായിരുന്നു. പരേതനായ ചാത്തനാണ് ഭർത്താവ്. ബുധനാഴ്ച പുലർച്ചെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. പാറപ്പുറത്ത് വീട്ടിൽ പരേതനായ ചാത്തന്റെയും കാളിയുടെയും മകളാണ് കുറുമ്പ. കുട്ടംകുളം സമരം, പാലിയം സമരം, നടവരമ്പ് കർഷക സമരം എന്നീ സമരമുഖങ്ങളിൽ ജ്വലിക്കുന്ന ആവേശമായിരുന്നു കുറുമ്പ. CPI ജില്ലാ സെക്രട്ടറി CN ജയദേവൻ, CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ തുടങ്ങിയ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. സംസ്കാരം നടവരമ്പത്തുള്ള വീട്ടുവളപ്പിൽ വെച്ച് നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അനധികൃതമായി മിനി ലോറിയിൽ കടത്തിയ 200 ചാക്ക് റേഷൻ ഗോതമ്പ് കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടി. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ദേശീയപാത അളവെടുപ്പ് വീണ്ടും തടസ്സപ്പെട്ടു. കേരള സംഗീത നാടക അക്കാദമിയുടെ 1 വർഷം നീളുന്ന പ്രതിവാര നാടകമേളയ്ക്ക് ഏപ്രിൽ 5 തൃപ്രയാറിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.